ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ആസ്റ്റർ മിംസിൽ വെച്ചിട്ടായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് മോന്, സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, സ്റ്റിച്ച് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് അവർക്ക്. ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഓപ്പൺ സർജറി അല്ല, ഈ ട്രാൻസ്പ്ലാന്റ് ഡ്രിപ്പ് വഴിയാണ് കയറുന്നത്. അപ്പോൾ അങ്ങനത്തെ മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ ഒരു 6 മാസത്തോളം ഇവിടെ തന്നെ താമസിക്കുകയാണ്. എന്നും ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇൻഫെക്ഷൻ്റെ ചാൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒരു 3 മാസമെങ്കിലും ഇവിടെ വീടെടുത്ത് നമ്മൾ നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മോനെ വന്നാൽ കാണാൻ പറ്റുമെന്നാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഇയർ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യരുത്. കാരണം പറ്റൂല എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ്. ഒരു 1 ഇയറിന് അത്രയും സ്ട്രിക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്നുള്ളത്. കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിസ്കിലേക്ക് പോകും കാര്യങ്ങൾ. ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എല്ലാം മാറിയിട്ട് കാണേണ്ടവർക്കൊക്കെ വന്ന് കാണാം. ഇന്നും ഹോസ്പിറ്റലിൽ പോകാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചതും പുതപ്പ് തലയിലൂടെ ഇട്ട് കിടക്കുകയാണ്. എണീപ്പിക്കാൻ ഭയങ്കര പാടാണ്. രാത്രി എത്ര നേരം വേണമെങ്കിലും ഉണർന്നിരിക്കും. രാവിലെ അതുപോലെയാണ്, എണീപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് കൂടുതൽ ടൈം ഇരിക്കണം. ഇന്നേക്ക് 24 ദിവസമായി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ബാക്കി എടുക്കേണ്ട കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഇന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ളതാണ്. അപ്പം ഇന്ന് എന്തായാലും ഫുഡ് കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി എണീപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനായിരുന്നു ഏറ്റവും ആഗ്രഹം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. കാരണം അവന് കുറച്ച് ടോയ്സ് ഉണ്ട്, കുറച്ച് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട്, അതെല്ലാം വെച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആയത്. ഇത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അത് ഓട്സാണ്. ഓട്സിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മോന് ദോശയാണ്. അവന് ദോശ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. പിന്നെ ന്യൂട്രോപെനിക് ഡയറ്റ് ആയത് കാരണം എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഡോക്ടർ എന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അന്ന് അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിൽക്ക്, എഗ്ഗ്, നോൺ വെജ്, പിന്നെ ഓയിൽ ഐറ്റംസ്, ഓയിൽ ഫുഡ്, പിന്നെ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് ഫുഡൊന്നും ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും, ഓരോന്നായിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച്. പിന്നെ RCCയിൽ എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ വേണം. അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അവിടുത്തെ സർവീസ് എന്ന്. നിംസിനെ പറ്റിയിട്ട് പുറത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്, അവിടെ പോകണ്ടെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അവിടെ ഒരു കംഫർട്ടായി തോന്നി. അവൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഒറ്റ നിർബന്ധത്തിനാണ് അവിടെ ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമ്മളെ മെൻ്റലി ആയിക്കോട്ടെ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് അവർ തന്നത്. ഓരോ സ്റ്റാഫും, നഴ്സുമാരായിക്കോട്ടെ, ഡോക്ടർ തൊട്ടിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവരുന്ന ഡ്രൈവർ വരെ ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ടാണ് തന്നത്. നമുക്ക് എന്താ പറയുക, മെൻ്റലി സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടത്. അത് നല്ല രീതിക്ക് അവിടെ നിന്ന് കിട്ടി. ഭയങ്കര കെയറാണ്. അവനെ ഇപ്പോഴായാലും കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര കെയറിലാണ്. ഇനി അടുത്ത കമൻറ്റ് അതിനുള്ള ചാർജ് അവർ വാങ്ങിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. ഓരോ കുട്ടീൻ്റെ കണ്ടീഷനും അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബില്ലാണ് വരുന്നത്. പുറത്തുനിന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അത്രയൊന്നും ക്യാഷ് ഇവിടെ ആയിട്ടില്ല ഞങ്ങൾക്ക്. ഞാൻ എല്ലാവരും ബാക്കിയായിട്ട് മാറ്റിയിരുന്നെങ്കിൽ വലിയ പൊട്ടത്തരായിരുന്നു. കാരണം നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും സൗകര്യം, ഫെസിലിറ്റിയും മെൻ്റലി സപ്പോർട്ടും ഉള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ട് പറയുകയാണ്, ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് എനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയത് ഇവിടെയാണ് കേട്ടോ.